ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇതിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ് യൂട്യൂബിൽ ഫേസ് കാണിച്ചിട്ട് പറയുന്നത്, ഫേസ് ടു ഫേസ് സംസാരിക്കുന്ന ഫസ്റ്റത്തെ വീഡിയോ ആണ്. സോ അതിൻ്റെ എല്ലാം എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, ഓക്കെ. അപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ ഇന്ന് കണ്ടന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മെയ് 26 +2 റിസൾട്ട് വന്നിരിക്കുന്നു. സോ ഇപ്പോൾ ടൈം രാത്രിയാണ് കേട്ടോ. ഞാൻ റിസൾട്ട് വരണമെന്ന് വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ജസ്റ്റ് ഒരു ഷോർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, അല്ലാതെ ഒന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എടുക്കണ്ടെന്ന് തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. 100% ഞാൻ എടുക്കില്ല, റിസൾട്ടിൻ്റെ വ്ളോഗ് ഞാൻ ഒരിക്കലും എടുക്കില്ല വിചാരിച്ചിങ്ങനെ നിന്നിടുന്നത്. ഞാൻ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ യൂട്യൂബിൽ ഇങ്ങനെ വ്ളോഗൊക്കെ ഇടുന്നത് കണ്ടപ്പോൾ എനിക്കും തോന്നി ഇട്ടാലോ എന്നൊക്കെ. പക്ഷേ ഫസ്റ്റ് തന്നെ ഒരു കാര്യം പറഞ്ഞുതരാം, ഫുൾ A+ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് ആണ്. അപ്പോൾ ഈ യൂട്യൂബിൽ ഇടുന്നവരതൊക്കെ എന്താ വെച്ചാൽ ഫുൾ A+ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആ ഒരു കാറ്റഗറിയിലും നമ്മളെ ഇൻവോൾവ് ചെയ്യരുത്. ആൻഡ് റിസൾട്ട് വന്നു, കുഴപ്പമില്ലാത്ത മാർക്കുണ്ട്. കാരണം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് +1 84% ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ +2 അത്രയും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. +1 ഞാൻ ട്യൂഷൻ പോയിട്ടുണ്ടായിരുന്നേ, +2 ട്യൂഷൻ പോയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഓൺലൈന് ചേർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓൺലൈൻ ചേർന്നുള്ള അവസ്ഥ അറിയാമല്ലോ. ഞാൻ എന്തായാലും നോക്കിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റത്തെ ഒരു 1 വീക്ക് എങ്ങാനും ക്ലാസ് കേട്ട് പിന്നെ അത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആൻഡ് കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ട്യൂഷനും കൂടെ പോവാതെ ഇത്ര ഇതാക്കിയിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ എന്ന് പറഞ്ഞല്ലോ, ഞാൻ +1 പഠിച്ച അത്രയും +2 നോക്കിയിട്ടുമില്ല. എന്നിട്ടും 84 +1 ആൻഡ് ഇപ്പോൾ ഗ്രാൻഡ് ടോട്ടൽ 82% ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ മാർക്ക് കാര്യങ്ങൾ സൈഡിൽ കൊടുക്കാം കേട്ടോ, ഗ്രേഡും കാര്യങ്ങളും സൈഡിൽ കൊടുക്കാം. ആൻഡ് എനിക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ, കുഴപ്പമില്ല. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം മാത്സ് ഒക്കെ ആയാലും ഫെയിലാവും എന്ന് അത്രയും ഒരു ഇതുണ്ടായിരുന്നു, നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു, ഫെയിലാവോ ഇപ്പോൾ പാസ്സാവോ എന്നൊക്കെ മാത്സിൻ്റെ കാര്യത്തിൽ. ആൻഡ് അൽഹംദുലില്ലാ പാസ്സായി. ഞാൻ വിചാരിച്ചതിലേറെ പെർസെൻറ്റേജും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒരു 80 above വിചാരിച്ചിട്ടേ ഇല്ല 80 above% കിട്ടുമെന്ന്. മാഷാ അല്ലാഹ് 82% കിട്ടിയിട്ടുണ്ട്. പക്ഷേ +1 സംബന്ധിച്ച് 2% കുറഞ്ഞൊക്കെയാണ്. 84 82 ആയി. കുഴപ്പമില്ല. എനിക്ക് ഒരു A+, 2 Aയും ആൻഡ് 3 B+ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ നോക്കണ ജസ്റ്റ് ഒരു ഷോർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കാം വ്ളോഗിൽ. ആൻഡ് എനിക്ക് ചെറിയൊരു ഇതുണ്ട്, ഫേസ് ടു ഫേസ് സംസാരിക്കുമ്പോൾ ഇന്നെ അറിയുന്നവർക്ക് അറിയുണ്ടാവും ഞാൻ നല്ല വർത്തമാനം പറയുന്ന ആളാണ്. ബട്ട് ഒരാളില്ലാതെ ക്യാമറക്ക് മുമ്പിൽ മാത്രം വർത്തമാനം പറയുമ്പോൾ അതിൻ്റെതായ എന്തൊക്കെയോ എന്തോ മതിരി ഉണ്ട് കേട്ടോ. ഫ്യൂച്ചർ പ്ലാൻസ് എന്താന്നൊക്കെ ചോദിക്കുന്നവരോട് യൂട്യൂബിൽ ചോദിച്ചിട്ടൊന്നുമില്ല, പക്ഷേ മേ ബി മൈ ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ ക്ലോസസ്റ്റ് ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ ഞാൻ എന്തിനാ പോണേ, എന്താ ചെയ്യണേ എന്നൊക്കെ. അപ്പം ഇനി ബാക്കിയുള്ള ഒരുപാട് അറിഞ്ഞോട്ടെ. ഞാൻ ഇതിനു മുമ്പ് ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, തമിഴ്നാട് പോയ വ്ളോഗ്. അപ്പോൾ അത് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ മെയിനായിട്ട് ആ ട്രിപ്പ് പോയത് ഒരു കോളേജ് വിസിറ്റ് ചെയ്യാനാണ്, തമിഴ്നാട്ടിലൊരു കോളേജ്. അപ്പോൾ അവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തിനാ പോണേ, എങ്ങനെ ചേർന്ന്, കോളേജ് കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിക്കുന്നുണ്ട്. ആൻഡ് പിന്നെ അപ്പം അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. എനിക്ക് മാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. സങ്കടം ഉണ്ടോ ചോദിച്ചാൽ അത്രക്ക് സങ്കടമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്ത സങ്കടമൊക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ ഹാപ്പിയാണ്, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എൻ്റെ മാർക്കിൽ. ബിക്കോസ് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ പറഞ്ഞല്ലോ മാത്സ് ഒക്കെ ഫെയിലാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടെന്നാണ് മാഷാ അല്ലാഹ് ഇത്രയും മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റിയത്. ഇത്രയും മാർക്ക് നിങ്ങൾക്ക് പറഞ്ഞാൽ വലിയ ചെറിയ മാർക്കൊക്കെ ആയിക്കാരും, പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര വലുതാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇത്രയും വലിയ മാർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒന്നും വിചാരിക്കരുതിട്ടാ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മാർക്കിൻ്റെ കാര്യത്തിലേക്ക് പറയാനുള്ളത്. ശരിക്കും ഇത് വലിയ പെർസെൻറ്റേജ് ഒന്നല്ല. എൻ്റെ ഒപ്പം ഉള്ള എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും കുറേ 90 above കിട്ടിയവരുണ്ട്, ആൻഡ് എന്നെക്കാളും താഴെ കിട്ടിയവരുണ്ട്.
അപ്പോൾ ഒരിക്കലും നമ്മൾ എന്താ ഒരാളെ മാർക്ക് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല ഒരിക്കലും. ഉള്ള മാർക്ക് വെച്ച് ഓരോ അപ്രീഷിയേറ്റ് ചെയ്യാന്നല്ലാതെ കിട്ടിയ മാർക്ക് പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പോൾ എന്താ പിന്നെ ഒന്നും കൂടാനോ കുറയാനോ ഒന്നും പോകണില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ജഡ്ജ് ചെയ്യാതിരിക്കുക. ഫസ്റ്റ് എനിക്ക് അതാ പറയാനുള്ളത്. ഓരോരുത്തരുടെ പൊട്ടൻഷ്യലാണ് ഓരോരുത്തരുടെ മാർക്ക് എങ്ങനെ വാങ്ങണം കാര്യങ്ങളൊക്കെ, അത് അവരുടെ എന്താ പേഴ്സണൽ കാര്യങ്ങൾ. അപ്പം അതാരും അങ്ങോട്ടും ഇങ്ങോട്ടും ജഡ്ജ് ചെയ്യാതിരിക്കുക, കമ്പയർ ചെയ്യാതിരിക്കുക, അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. സോ എന്താ മാർക്കിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ എനിക്ക് ശ്രമിച്ചിരുന്നതിൽ എന്താ ഇതിനേക്കാളും പെർസെൻറ്റേജ് ഉണ്ടാക്കാമെന്ന് എനിക്ക് തന്നെ നല്ല ഷുവറാണ്. കാരണം ഞാൻ +2 ഒന്നും ഒട്ടും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റിക്ക് മാത്രം നോക്കിയിട്ടുള്ളൂ. ലാസ്റ്റ് എക്സാം വരുന്നതിൻ്റെ മോഡൽ എക്സാമിൻ്റെ ടൈമിലാണ് ഞാൻ നേർക്ക് ഇരുന്ന് നോക്കണം. അതുവരെ സത്യം പറഞ്ഞാൽ +2 അല്ല എൻജോയ് ചെയ്ത് നടന്ന് കളി, ട്രിപ്പ്, കുറേ കാര്യങ്ങൾ. +2 ആയാലോ പെട്ടെന്നാണ് +2 ഒക്കെ എത്ര പെട്ടെന്നാണ് പോയത്. +2 ഒക്കെ +1 ആണെങ്കിലും +2 ആണെങ്കിലും +2 ഒന്നാമത് നല്ല പെട്ടെന്ന് പോയി. ട്രിപ്പ്, ആർട്സ്, സ്പോർട്സ് അങ്ങനെ ഓരോന്നായിട്ട്. അപ്പോൾ എന്താ എൻ്റെ ഇതിൽ പഠിക്കാനൊക്കെ സത്യം പറഞ്ഞാൽ മറന്നുപോയി. ലാസ്റ്റിക്കാണ് പഠിക്കണേ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ മാഷാഅല്ലാഹ് നല്ല മാർക്ക് തന്നെയാണ്. അപ്പോൾ ഇനിയുള്ള ഇതിലൊക്കെ നമുക്ക് സെറ്റാക്കാം. അത്ര തന്നെ പറയാനുള്ളൂ. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ.